പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് രാജ്യത്തുണ്ടായ ഊർജ്ജ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം. പെട്രോളിയം, ക്രൂഡ്, വൈദ്യുതി, വളം മേഖലകളുമായി ബന്ധപ്പെട്ട നിലവിലെ സ്ഥിതി യോഗം അവലോകനം ചെയ്യും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഊർജ്ജ ഒപ്പം തന്നെ പെട്രോളിയം രംഗത്തുണ്ടായിരിക്കുന്ന പ്രതിസന്ധി അത് വിശദമായി വിലയിരുത്താനുള്ള യോഗം, വിവരങ്ങൾ എന്താണ്? അനുജ, പ്രധാനമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്ന ഉന്നതതല യോഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രിയെ കൂടാതെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ധനമന്ത്രി നിർമ്മല സീതാരാമൻ, പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അടക്കമുള്ളവർ ഈ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാജ്യത്തെ ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായിരിക്കുന്ന ഇന്ധന പ്രതിസന്ധി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു യോഗം. ഈ യോഗത്തിൽ പ്രധാനമായും ഇന്ധനം, അത് പെട്രോളിയം, ഡീസൽ, ഒപ്പം തന്നെ മറ്റ് LPG അടക്കമുള്ള ഇന്ധനങ്ങളുടെ നിലവിലുള്ള സാഹചര്യം, അവയുടെ വരവ്, വിതരണം തുടങ്ങിയ സാഹചര്യങ്ങൾ, ഇതോടൊപ്പം തന്നെ ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട നിലവിലുള്ള സ്റ്റോക്കും അതിൻ്റെ സംസ്കരണ തോത് അടക്കമുള്ള സാഹചര്യങ്ങൾ, വൈദ്യുതി വിതരണം, വൈദ്യുതി ഉൽപാദനം അടക്കമുള്ള സാഹചര്യങ്ങൾ, ഒപ്പം തന്നെയാണ് രാസവളത്തിൻ്റെ ഉൽപാദനവും വിതരണവും തുടങ്ങിയ സാഹചര്യങ്ങളാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന ഈ ഉന്നതതല മന്ത്രിസഭാ യോഗത്തിൽ അവലോകനം ചെയ്യുന്നത്. നിലവിലുള്ള സാഹചര്യം അവലോകനം ചെയ്ത ശേഷം ഇതിന്റെ വിതരണ ശൃംഖല അത് കൃത്യമായി തന്നെ പാലിക്കപ്പെടണമെന്നും നിലവിൽ ഉടലെടുത്തിരിക്കുന്ന പ്രതിസന്ധി അത് ജനങ്ങളെ പരമാവധി ബാധിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം എന്നുമുള്ളതാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം. അത് പാലിക്കാൻ ആവശ്യമായുള്ള നടപടികളായിരിക്കും ഈ യോഗത്തിന്റെ നിർദ്ദേശങ്ങളായി ഉയർന്നു വരിക. നിലവിൽ തന്നെ ഈ സാഹചര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഒരു അന്തർ മന്ത്രാലയ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഈ സമിതി ഓരോ ദിവസവും സാഹചര്യങ്ങൾ അവലോകനം ചെയ്യുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ അത് സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് സംസ്ഥാനങ്ങൾക്ക് അടക്കം ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സമിതിയുടെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ കൂടി ഇന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഉന്നതതല യോഗത്തിൽ ഉണ്ടാകും. അനുജ, അതാണ് വിവിധ മേഖലകൾ, ഊർജ്ജം, ഒപ്പം തന്നെ പെട്രോളിയം വിഭവങ്ങളുടെ ദൗർലഭ്യം എങ്ങനെയാണ്, പ്രതിസന്ധി ഏത് തരത്തിലേക്കാണ്, അതിനെ എങ്ങനെയാണ് നേരിടാനുള്ള മാർഗങ്ങൾ, ഇതെല്ലാം വിശദമായി തന്നെ വിലയിരുത്തുന്നതിനും അതിൽ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുമൊക്കെയുള്ള യോഗം ഡൽഹിയിൽ പുരോഗമിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.